പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പരാതിക്കാരിയായ യുവതി ദില്ലിയിലെന്ന് സൂചന. യൂട്യൂബിലിട്ട അവസാന വീഡിയോ അടക്കം 3 വീഡിയോകളും ദില്ലിയിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് സൈബർ സെൽ കണ്ടെത്തി. പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ രാജ്യം വിട്ടിട്ടില്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങൾ ലേബി സജീന്ദ്രൻ നൽകും. ലേബി സജീന്ദ്രൻ, പെൺകുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം, അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിച്ച് പറയുന്നതാകാം എന്നൊക്കെയാണ് കുടുംബം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഇത് തൻ്റെ മാത്രം തീരുമാനമാണ്, അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ആവർത്തിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പെൺകുട്ടി ദില്ലിയിലെത്തിയത് എങ്ങനെയായിരിക്കാം? ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അടക്കമുള്ള പങ്ക് അത് പരിശോധിക്കുന്നുണ്ടോ? സ്വാഭാവികമായും രാഹുലുമായി ബന്ധപ്പെട്ട് തന്നെ ആവണം ഇപ്പോൾ പെൺകുട്ടി നിൽക്കുന്നത് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ അന്ന് നമുക്ക് അഭിമുഖം തന്നപ്പോൾ പറഞ്ഞ വാചകങ്ങൾ, അതിൽ നമ്മൾ പൂർണ്ണമായും സംപ്രേഷണം ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് അതിൻ്റെ ഉള്ളടക്കം അറിയാവുന്നതാണ്. അന്ന് രാഹുൽ സംസാരിച്ച അതേ വാചകങ്ങൾ തന്നെയാണ് പലതും ഈ പെൺകുട്ടി ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആലോചിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു നിഗമനം പോലീസിനുണ്ട്. പോലീസായാലും നേരത്തെ മൊഴിയെടുത്തപ്പോൾ കൃത്യമായ രാഹുലിൻ്റെ ഭാഗവും പോലീസിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ അറിവോടുകൂടി തന്നെയാണ് പെൺകുട്ടി ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. പോലീസിന്റെ സൈബർ വിഭാഗമാണ് ഇപ്പോൾ പെൺകുട്ടി ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള വിവരം നൽകിയിരിക്കുന്നത്. 3 വീഡിയോകളും ഏറ്റവും ഒടുവിൽ അപ്ലോഡ് ചെയ്തത് ഉൾപ്പെടെയുള്ള 3 വീഡിയോകളും ഡൽഹിയിൽ വെച്ച് തന്നെ എടുത്തിട്ടുള്ളതാണ്, ചിത്രീകരിച്ചിട്ടുള്ളതാണ്. അത് അപ്ലോഡ് ചെയ്തതും ഡൽഹിയിൽ വെച്ച് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുടുംബത്തിന്റെ വാദം അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആരോപണങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന രീതിയിലാണ് പെൺകുട്ടി ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.